കുട്ടികൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുകയല്ല ചെയ്യുന്നത്, അവർ പലപ്പോഴും നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാറുള്ള കാര്യം തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ അവരിൽ എമ്പതി വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ റോൾ മോഡൽ ആയിരിക്കുക എന്നുള്ളതാണ് നമുക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ വണ്ടിയിൽ നമ്മൾ പോവുകയാണ് എങ്കിൽ അപ്പുറത്തൊരു വണ്ടി നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ, നമ്മൾ അവരെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, എവിടെയെങ്കിലുമൊക്കെ കുട്ടികളുമായിട്ട് ഇരുന്നിട്ട് നമ്മൾ മറ്റുള്ള മനുഷ്യരെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവരെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ കുട്ടികൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടാവാം. ആ മനുഷ്യരെ പിന്നെ കാണുമ്പം കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞതാണ് എപ്പോഴും ഓർമ്മയുണ്ടാവുക. പിന്നെ അത് കൂടാതെ അവർ കാണുന്ന വിഷ്വൽസ്, അവർ കളിക്കുന്ന ഗെയിംസ്, അതിലത്തെ ഇമോഷൻസ്, ലൈക്ക് ഭയങ്കരമായിട്ട് റിവെഞ്ച് മെൻറ്റാലിറ്റി ഉള്ളതും ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഫൈറ്റിംഗ് മോഡിലൊക്കെയുള്ള വീഡിയോസൊക്കെ കാണുന്ന കുട്ടികളിൽ ഇത് സർവ്വസാധാരണമാണ്, ഇങ്ങനെ തന്നെ എല്ലാവരെയും ചെയ്യാം എന്ന ഒരു തോന്നൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ എത്ര സിനിമ ഒന്നും കുട്ടികളെ ഒന്നും സ്വാധീനിക്കുന്നില്ല എന്ന് പറഞ്ഞാലും ഒരല്പമൊക്കെ എവിടെയൊക്കെയോ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. കുട്ടികൾ കണ്ടുകൂടാത്തത് എ സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമകൾക്ക് പോകുമ്പോൾ പോലും കുട്ടികളെ കൊണ്ടുപോകുന്ന പാരൻസ് ഉണ്ട്. ദയവായിട്ട് ഇത്യാദി കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വയലൻസ് പോർട്രേ ചെയ്യുന്നതിനേക്കാളേറെ വയലൻസ് കൺസ്യൂം ചെയ്യുമ്പോൾ അതിനെ ഗ്ലോറിഫൈ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അവനയാളെ കൊന്നില്ലേ, നല്ല കാര്യം, അങ്ങനെ ആണ് നമ്മൾ സംസാരിക്കുന്നത് എങ്കിൽ ഈ കൊല്ലുന്നതിലോ തല്ലുന്നതിലോ ഒന്നും ഒരു പ്രശ്നവുമില്ല എന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ കുട്ടികൾ വിചാരിക്കുക. അതിനിപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ചുറ്റും ഉള്ള ചുറ്റുപാടുകളും അതിന് കാരണക്കാർ ആവുന്നത് തന്നെയല്ലേ.